ഡെയിലി മന്നയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നാം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നാം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവത്തിന് തൻ്റേതായിട്ടുള്ള സമയമുണ്ട്, തക്ക സമയമെന്ന് ദൈവത്തിൻ്റെ വചനം അതിനെ പറയുന്നു. ആ സമയത്ത് അത് നടക്കുമ്പോൾ നിശ്ചയമായിട്ടും അത് അനുഗ്രഹപൂർണമായി തീരുന്നു. ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള ഈ വാക്ക് എന്ന് ദൂതൻ സക്കറിയാവിനോട് പറയുകയാണ്. അത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം ചിലപ്പോൾ ചിന്തിക്കും നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നടക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ സർവജ്ഞാനിയായ ദൈവത്തിന് ദൈവത്തിൻ്റേതായ ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിൽ നടക്കുന്നതാണ് നാം ചിന്തിക്കുന്ന സമയത്ത് നടക്കുന്നതിനേക്കാൾ ഏറെ നല്ലത്. ദൈവത്തിൻ്റെ വചനത്തിലെ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ സക്കറിയാവിനും എലീശബത്തിനും വളരെ പ്രായമായ ശേഷമാണ് അവർക്ക് യോഹന്നാൻ സ്നാപകനെ ലഭിക്കുന്നത്. അവർ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി കരഞ്ഞു. എന്നാൽ അവർക്ക് ഈ കുഞ്ഞിനെ ലഭിക്കുവാൻ അവരുടെ ചിന്തയിൽ ഒരുപക്ഷെ താമസം നേരിട്ടു, നാട്ടുകാരുടെ ചിന്തയിൽ ഒരുപക്ഷെ താമസം നേരിട്ടു. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ തക്ക സമയത്താണ് അവർക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ ഇടയായിത്തീർന്നത്. അതെങ്ങനെ പറയുവാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇതായിരുന്നു: ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ യോഹന്നാൻ സ്നാപകൻ ആയിത്തീർന്ന ആ കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറയും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ ഈ കുഞ്ഞ് നിറയപ്പെടണമെങ്കിൽ മറിയയുടെ ഉള്ളിൽ യേശു ഉരുവാകണം. യേശു മറിയയുടെ ഉള്ളിൽ വന്നെങ്കിൽ മാത്രമേ യോഹന്നാൻ സ്നാപകൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്, എലിശബത്ത് ഗർഭവതിയായി 6-ാം മാസത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷനാവുകയും തുടർന്ന് മറിയയുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വന്നിറങ്ങുകയും മറിയ ഗർഭവതിയായി തീരുകയും ചെയ്തു. അതിനുശേഷമാണ് മറിയ എലീശബത്തിനെ കാണുവാനായിട്ട് വരുന്നതും. മറിയയുടെ വന്ദനസ്വരം കേട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എലീശബത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ ശക്തി വെളിപ്പെടുത്തുകയും ഉദരത്തിലായിരുന്ന യോഹന്നാൻ സ്നാപകൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും ചെയ്തത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ ഉദരത്തിൽ വെച്ച് യോഹന്നാൻ സ്നാപകൻ നിറയപ്പെട്ടതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകനെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തം നിറവേറപ്പെട്ടത്. ഒരു തലമുറയെ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ദൈവം യോഹന്നാൻ സ്നാപകനെ ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പല കാര്യങ്ങളും നാം ചിന്തിക്കും, അയ്യോ ഇത് നടക്കുന്നില്ലല്ലോ, ഇതിനൊത്തിരി താമസം നേരിടുന്നല്ലോ. എന്നാൽ ഭാരപ്പെടരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. തക്ക സമയത്ത് അത് നടക്കുമെങ്കിൽ നിശ്ചയമായിട്ടും അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ലാസർ മരിച്ചു, അടക്കപ്പെട്ടു, 4 ദിവസമായി അവൻ നാറ്റം വെച്ചു. അവൻ സുഖമില്ലാതെ കിടന്നപ്പോൾ യേശു വന്ന് സൗഖ്യമാക്കിയില്ല. എന്നാൽ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായി കഴിഞ്ഞപ്പോൾ യേശു വന്നു ലാസറിനെ ഉയർപ്പിച്ചു. അത് നിമിത്തം ദൈവത്തിൻ്റെ നാമം ഒത്തിരി മഹത്വപ്പെട്ടു. സുഖമില്ലാതെ കിടന്ന ലാസർ സുഖപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരുന്നു ലാസർ മരിച്ച് 4 ദിവസമായ ശേഷം ഉയർത്തെഴുന്നേറ്റത്. അത് മഹത്വകരമായൊരു കാര്യമായി തീർന്നു. ശിഷ്യന്മാർ ബോട്ട് അപകടത്തിൽപ്പെട്ട് വല്ലാതെ അവർ ഭാരപ്പെട്ടു, ഒത്തിരി സമയം പോയി. പക്ഷേ യേശു കടലിന്മീത് നടന്നു വരുന്ന കാഴ്ച അവർക്ക് കാണുവാൻ സാധിച്ചു. അതേ പ്രിയപ്പെട്ട ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നു, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത് കൊണ്ട് തളരാതെ കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. തക്ക സമയത്ത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട അത്ഭുതങ്ങളെ ചെയ്യും. തക്ക സമയത്ത് എൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റും. അതിനാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.